Hey guys, welcome everyone to a new video from Hibas Designs. അപ്പം ഇന്നത്തേത് ഒരു ഫ്രോക്ക് സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഓർഡർ കിട്ടിയത്. ഫ്രോക്ക് സിമ്പിളാണെങ്കിലും ക്ലോത്ത് ഹെവി ആയതുകൊണ്ട് കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്. ഫുൾ ലെങ്ത്ത് 38ഉം യോക്ക് ലെങ്ത്ത് 9ഉം. അപ്പോൾ ബാക്കി എല്ലാ മെഷർമെൻറ്റും ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ കോട്ടൺ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ലോണം അയൺ ചെയ്തതിന് ശേഷം ഫോൾഡ് ഭാഗം നമ്മളെ ഭാഗത്തോട്ടാക്കിയിട്ട് താഴെ ഒരു സ്ട്രൈറ്റ് ലൈനും എടുത്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 9 അല്ലേ, അപ്പോൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ, ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 5, നെക്കിൻ്റെ വിടുത്ത് മേലെ 2ഉം താഴെ 2.5. എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചിട്ട് ഒരു റൗണ്ട് അങ്ങ് വരച്ചു കൊടുക്കുക. നെക്ക് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ആം ഹോള് 4.5 ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ ചെസ്റ്റ് വരുന്നത് 23. 23ലോട്ട് 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യുമ്പം 25 ആവും. എന്നിട്ട് 25നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യൽ. അപ്പം 6.25 വരും. അതാണ് ചെസ്റ്റ്. പിന്നെ വേസ്റ്റ് 22. അതിലോട്ട് പിന്നെ 2 ആഡ് ചെയ്യുക. അപ്പോൾ 24 ആവും. എന്നിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 ആവും. അതിനുശേഷം ഈ കാണുന്ന പോലെയൊക്കെ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വേസ്റ്റ് കണക്ട് ചെയ്യുക. പിന്നെ എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് അകത്തോട്ട് ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് ക്രോസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആം ഹോള് ഫ്രണ്ടും ബാക്കും വരച്ചു കൊടുക്കൽ. വരച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെസ്റ്റും വേസ്റ്റും നമ്മൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വൽ ചെസ്റ്റ് 25 ആണെങ്കിൽ അതിലോട്ട് 2 ആഡ് ചെയ്യുക, 20 ആണെങ്കിൽ 2 ആഡ് ചെയ്യുക. അത് നമ്മൾ പെർഫെക്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ. കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 3, 3.5 ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ഇതാ ഇതുപോലെ നേരെ ക്ലോത്ത് തിരിക്കുക. ഓപ്പൺ ഭാഗം നമ്മളുടെ സൈഡിലോട്ടാക്കുക. 2 ഫോൾഡിങ് ഉണ്ട്. ആ ഓപ്പൺ ഭാഗം ബാക്ക് സിപ്പ് വെക്കുമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ട് പീസ് ഇതാ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ അവിടെ ചെറുതായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു മാർക്കിങ്ങോ അതുപോലെ തന്നെ സൈഡിലും ഇതുപോലെ ട്രേസിങ് വീഡിയോയിൽ മാർക്ക് എടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് റൗണ്ട് നെക്കാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ബാക്ക് വീനെക്കിൽ കുറച്ച് ഡീപ്പായിട്ട് 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേർവ് എടുത്തിട്ട് ആ ഒരു ലൈന് കാണുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ ഓപ്പണിങ്ങിന് വേണ്ടി വിട്ടത്. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു നാച്ചൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പ് എക്സ്ട്രാ കൊടുക്കണമല്ലോ, അത്. അപ്പോൾ ഒരു ഗാതേർഡ് ഫ്രോക്കിൽ മെയിനായിട്ട് അപ്പർ പോർഷനാണ് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിങ് വരേണ്ടത്. പിന്നെ താഴത്തതൊക്കെ സിമ്പിളാണ്, ഈസി സ്ട്രൈറ്റ് കട്ടിങ്. എന്നാലും കാണിച്ചു തരാം. ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 38 -9 കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 29 ഉണ്ട്. 29ൽ ലൈനിങ് നമ്മളൊരു 28 എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഡബിൾ ഫോൾഡിങ്ങിൽ ഇതാ ഇങ്ങനെ 28 ലെങ്ത്തിൽ ഞാൻ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര പണിയൊന്നുമില്ല, വെറും 3 പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ഫ്രോക്കിനെല്ലാം ആണെങ്കിൽ ഇപ്പം നമ്മളുടെ ഫ്രോക്കിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 to 30 വരെ വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 28 അബോവ് എല്ലാം ആണെങ്കിൽ ഒരു 4 പീസ് എടുത്താൽ മതി. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ കാര്യം. ഇനിയില്ലേ, ഇതേപോലെ സാറ്റീൻ എടുക്കണം. സാറ്റീൻ എടുത്തിട്ട് ആദ്യം ബോഡിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കോട്ടൺ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വെക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിൻ്റെ ഫോൾഡിങ് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പീസായി പോകും. ബാക്ക് പിന്നെ 2 പീസായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഭയങ്കര സിമ്പിളായ കാര്യം. അപ്പോൾ എക്സ്ട്രാ സിമ്പിൾ എന്നെല്ലാം പറയാം. അതും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയില്ലേ, ബോട്ടം പോർഷന് നമ്മൾ കോട്ടൺ കട്ട് ചെയ്ത അതേ മെത്തേഡിൽ സാറ്റിൻ കട്ട് ചെയ്തെടുക്കുക. കോട്ടൺ നമ്മൾ 3 പീസല്ലേ എടുത്തത്, പക്ഷേ സാറ്റിൻ 2 പീസ് മതി കേട്ടോ. കാരണം സാറ്റിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, 60 വിഡ്ത്തിൻ്റെ ഫാബ്രിക്. അപ്പം നമ്മൾ 60 എന്ന് പറയുമ്പോൾ 120 വരും വിഡ്ത്ത്. അപ്പോൾ അതുകൊണ്ട് 2 പീസ് മതി. അതിപ്പോൾ എത്ര വലിയ ഫ്രോക്കിനാണെങ്കിലും, എത്ര വലുതെന്ന് പറഞ്ഞാൽ ഒരു 30 വേസ്റ്റ് വരെ ഉള്ളതിനൊക്കെ ആ 2 പീസ് തന്നെ മതി. ഇല്ലെങ്കിൽ വേസ്റ്റിൽ ഒരുപാട് തിക്നെസ് ആവും. അപ്പോൾ ഫൈനലി ഈ കാണുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഓവറോൾ ലുക്ക് തന്നെ മാറ്റുന്ന ഫാബ്രിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. 1000 അബോവ് ആണ് മീറ്റർ. അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ കോസ്റ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇത് അധികം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു 3 മീറ്റർ ടോട്ടലായിട്ട് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫ്രോക്കിൻ്റെ ബുഷിനെസ് എങ്ങനെയാണ് കൂട്ടാന്ന്. അതിനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ താഴെ സ്കാലോപ്പ് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ടോട്ടൽ
ഇഞ്ചസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 29 ആണ് വേണ്ടത്, 38ൽ 9 പോയാൽ. അപ്പോൾ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കൂടെ കൂട്ടിയിട്ട് 30 എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് മേലെ ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതാ ഇതുപോലെ ഞാൻ ബോഡിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി കട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് ആ ഫ്ലവർ ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻറ്ററിലൊക്കെ വരുന്നത് പോലെ നോക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുക. അതൊന്നും ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതാ ഇതുപോലെ ബോഡിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ടോട്ടലി ബോഡിയും അതുപോലെ തന്നെ താഴെ പോർഷനും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണേ. അപ്പോൾ ഈ ഫ്രോക്കിന് ഒരു സ്ലീവ് വരുന്നുണ്ട്. സിമ്പിൾ സ്ലീവാണ്, ചെറുതായിട്ടൊരു ഗദേർഡ് കൊടുത്തിട്ടുള്ള ഒരു ഫ്രിൽഡ് സ്ലീവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കാലോപ്പ് എഡ്ജസ് ആണ് എടുക്കുന്നത്. ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്, അതായത് സെൻറ്റർ പോർഷൻ അപ്പായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ, പക്ഷെ അത്രക്കും ഷേപ്പിലൊന്നും വേണ്ട. ഒരു ഏകദേശം നമ്മൾ ഒരു ലെങ്ത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ കുറച്ച് അത്യാവശ്യം ഫ്രിൽഡ് വരുന്നത് പോലെ നമ്മുടെ ആം ഹോളിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ലെങ്ത്ത് നമുക്ക് എത്ര സ്ലീവ് ലെങ്ത്ത് വേണം അത്രയും, അധികം ലെങ്ത്ത് ഒന്നും വേണ്ട, 3.5 4 മതിയാവും. ഇതുപോലെ സ്ലീവ് നമുക്ക് കിട്ടും. പിന്നെ ഇല്ലേ, ഫൈനലി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സീക്രട്ടാണ് കേട്ടോ നെറ്റ്. നമ്മുടെ ഫാബ്രിക് ഭയങ്കര കോസ്റ്റ് കൂടുതലുള്ള ഫാബ്രിക് ആകുമ്പോൾ മെയിൻ ഫാബ്രിക് മിനിമം യൂസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത ലെയർ നെറ്റ് ഉണ്ടല്ലോ സെയിം കളറിൽ കുറേ യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ബുഷിനെസ്സും കിട്ടും, കോസ്റ്റും കുറക്കാൻ പറ്റും, കസ്റ്റമറിനെ അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും, നല്ല ഫിനിഷിങ്ങും കിട്ടും കേട്ടോ. അതേ ഫിനിഷിങ്ങും കിട്ടും. ഞാനിവിടെ 8 മീറ്റർ നെറ്റ് എടുത്തിട്ടുണ്ട്. 60 വിഡ്ത്തിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ 30 ലെങ്ത് ആയതുകൊണ്ടും കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റോ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 60 വിഡ്ത്ത് ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ കട്ടിങ് വന്നത്. ഇല്ലാതുണ്ടെങ്കിൽ കുറേ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ പാർട്ട് 2ൽ വരുന്നത് വരേക്കും ബൈ ഫ്രം ഹിബാസ് ഡിസൈൻസ്.